നീ എവിടെയാ പോയത് വൈദേഹി? കണ്ണിൽ കാണുന്ന എല്ലാവർക്കും ആ അഖണ്ഡ ജ്യോതി തെളിയിക്കുവാനാവില്ല. വൈദേഹി, 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 നിനക്ക് എന്താ സംഭവിച്ചേ? എനിക്കൊന്നും പറ്റിയില്ല ദേവേട്ടാ. ഏതായാലും നീ വന്നല്ലോ. വൈദേഹി ദേവേട്ട, ദേവേട്ടന്റെ വൈദേഹി. ഇനി നമ്മളൊന്നിനും പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ ആർക്കും അകറ്റാൻ പറ്റില്ല. മതി, നിർത്ത്. അവളെങ്ങനെ വൈദേഹിയാവാനാ? അവള് വൈശാലിയാ. ഞാൻ എല്ലാവരോടായിട്ട് പറയാ, ഇവള് തന്നെയാണ് എന്റെ വൈദേഹി. അല്ലെങ്കിൽ ഇതേ നോക്ക്, സമ്മതപത്ര. ഇത് പോരെ നിങ്ങൾക്ക്? ഇതിൽ കൂടുതൽ എന്ത് തെളിവാ വേണ്ടേ? ഇതെന്റെ വൈദേഹിക്ക് വിധിച്ചതായതുകൊണ്ട് മാത്രമാ അത് അവളിലേക്ക് തന്നെ ചെന്ന് ചേർന്നത്.
പിന്നെ തലമുറകളായി അടഞ്ഞു കിടന്ന ആ അഖണ്ഡ ദീപം ആളെ കത്തിയത് കണ്ടോ നിങ്ങൾ? ഇതിനേക്കാൾ വലിയ എന്ത് തെളിവാ നിങ്ങൾക്ക് വേണ്ടേ? ഇവളാണ് എന്റെ വൈദേഹി, എന്റെ ഭാര്യ വൈദേഹി. ഇനി ആരുടെയും സമ്മതം എനിക്ക് വേണ്ട. ഇത് കണ്ടിട്ടെങ്കിലും എല്ലാരും ഒന്ന് വിശ്വസിക്കേ. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് സംശയമാണെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി. ഇല്ല ദേവാ, ഇനിയും സംശയിച്ച വിട്ടൊഴിഞ്ഞ ആ ശാപം ഇനിയും നമ്മുടെ തലയിലാകും. ഇവള് തന്നെ വൈദേഹി, എന്റെ കൊച്ചുമോള്. കൗസല്യേ, എന്താ നോക്കി നിൽക്കുന്നത്? എത്രയോ തലമുറകളായി ആർക്കും ചെയ്യാൻ കഴിയാത്തതാണ് ഇവള് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവള് നമ്മുടെ വൈദേഹി തന്നല്ലേ? വൈദേഹി അമ്മേ. സത്യം അത്. ഇവള് വൈദേഹി ആയതുകൊണ്ട് നമ്മൾ ഇത്രയേറെ അപമാനിച്ചിട്ടും സംശയിച്ചിട്ടും ഒരു പരാതിയും പറയാതെ എല്ലാം സഹിച്ചവളവള് ഇന്ന് കുടുംബത്തെ ശാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. വല്യമ്മേ, ഒന്നും ആലോചിക്കാതെ അങ്ങനെ ഒരു തീരുമാനം എടുക്കണോ? അവള് വൈദേഹിയാണെന്ന് വരുത്തി തീർക്കാൻ വെറ്റിലേം കുങ്കുമോ നെറ്റിയിൽ ഒട്ടിച്ചോണ്ട് അതങ്ങ് തെളിയിക്കാൻ വേണ്ടി നോക്കിയതാണെങ്കിലോ? ശരിയാണ്, അങ്ങനെയും ചാൻസ് ഉണ്ട്. വെറ്റിലയാവുമ്പോ ആരുടെ നെറ്റിയിൽ വേണമെങ്കിലും ഒട്ടുമല്ലോ. ദീപം ആര് തെളിയിച്ചാലും തെളിയുകയും ചെയ്യും. നമ്മൾ ആരും കാണാതെയായിരിക്കും അവളത് പോയി കത്തിച്ചത്. ആർക്കറിയാം സത്യം എന്താണെന്ന്? അതൊക്കെ ഒരു തെളിവായി എടുത്തുകൊണ്ട് ഇവളാണ് വൈദേഹി എന്ന തീരുമാനത്തിലേക്ക് എത്തരുത് ആന്റി. വഴിയെ പോകുന്നവർക്കെല്ലാം തെളിയിക്കാൻ പറ്റിയ ജ്യോതിയല്ല അത്. സ്വാമിജിയുടെ മൗനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. വഴിയെ പോകുന്നവർക്കെല്ലാം തെളിയിക്കാൻ പറ്റിയ ജ്യോതിയല്ല അത്. മറ്റാരതിന് ശ്രമിച്ചാലും ദീപം അണഞ്ഞു പോകും. അവള് വൈദേഹിയാണെങ്കിൽ പിന്നെ ഞാൻ ആരാ? അവള് വൈശാലിയാണെന്നും ദേവനോടൊപ്പം എന്റെ കല്യാണം നടത്താമെന്നും വാക്ക് തന്നതുകൊണ്ടല്ലേ ഇത്രയും കാലം എല്ലാത്തിനും ഞാൻ കൂട്ടുനിന്നത്. എന്നോ തിരിച്ചു പോകേണ്ടവള് ഇവിടെ തന്നെ നിന്നത്. സത്യാണ് മോളെ, വാക്ക് തന്നിരുന്നു. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ തന്ന വാക്കാണ്. വൈശാലി വൈദേഹിയാണെന്ന് തിരിച്ചറിയാതിരുന്നത് കൊണ്ടാ മോളെ. പക്ഷേ അവള് വൈദേഹിയാണെങ്കിൽ പിന്നെ ഞാൻ തന്ന ആ വാക്കിന് എന്താണ് വില? അവള് വൈദേഹിയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങള് നിന്നിങ്ങനെ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു മോളെ. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ ഒരിക്കലും ഇവള് വൈദേഹിയാണെന്ന് വിശ്വസിക്കില്ല. അല്ല ആരാധ്യ, അവള് വൈദേഹി തന്നെയാ. നീ ഇതൊന്നും നോക്കിക്കേ. എന്താ ഇത്? തെളിവില്ലാതെ എങ്ങനെ വിശ്വസിക്കും? ഇതൊരു DNA റിപ്പോർട്ടാണ്. ഞാൻ വിശ്വസിക്കില്ല. ഇത്രയും കാലം ഇതല്ലായിരുന്നല്ലോ റിപ്പോർട്ട്. ഇപ്പൊ ഈ റിപ്പോർട്ട് എങ്ങനെയാ മാറിയത്? ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു തെളിവ് നിങ്ങൾ എവിടെ നിന്ന് ഉണ്ടാക്കിയത്? എനിക്കിതിൽ സംശയമുണ്ട്. സംശയിക്കേണ്ട കാര്യമില്ല.
ആദി ദമ്പതിമാരാൽ അനുഗ്രഹിക്കപ്പെട്ട ബന്ധമാണ് ഇവരുടേത്. രാജഗുരുക്കളെ, പാപനിവാരണ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ആയിക്കോട്ടെ സ്വാമി. എല്ലാം കേട്ടല്ലോ ആരാധ്യ. ഇവളാണ് എന്റെ വൈദേഹി. ഇനി ഈ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അവളോടൊപ്പം ഞാനിപ്പോ ഈ ചെയ്യാൻ പോകുന്ന പൂജ ഞങ്ങളുടെ വംശത്തിന് തന്നെ ശാപമോചനം നൽകും. അതോർത്തിനി സന്തോഷിക്കേ വേണ്ടേ? അതൊക്കെ സന്തോഷം തന്നെയാ ദേവാ. ഞാനും നിങ്ങളുടെ വംശം തന്നെയോ ശാപത്തിൽ നിന്ന് കരകയറ്റണമെന്ന് കരുതിയല്ലേ കഴുത്തിൽ താലി ഇല്ലാഞ്ഞിട്ടും നിന്റെ ഭാര്യയുടെ സ്ഥാനത്ത് നിന്ന് ഈ പൂജ ചെയ്യാൻ വന്നത്. പെട്ടെന്ന് ഇപ്പൊ എല്ലാരും കൂടെ ഇവള് വൈദേഹിയാണ്, ഇവള് ദേവന്റേതാണെന്നൊക്കെ പറഞ്ഞാ പിന്നെ എന്റെ അവസ്ഥ എന്താ? ആ ദൈവത്തെ സാക്ഷിയാക്കി എനിക്ക് തന്ന വാക്കെന്തായി? ആർക്കെങ്കിലും ഇതിന് മറുപടി തരാൻ പറ്റുമോ? ഞാൻ തന്നെ പറയാം മോളെ. ദശരഥ രാമവർമ്മ ഒരു വാക്ക് തന്നിട്ട് അത് പാലിക്കാൻ കഴിയാതെ വന്നാൽ മരണമാണ്. അച്ഛാ, നിനക്ക് ഞാൻ തന്ന വാക്കും സത്യമാണ്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഈ ബന്ധവും സത്യമാണ്. ആ ബന്ധം മുറിച്ച് നിന്റെ കഴുത്തിൽ ദേവനെ കൊണ്ട് താലി കെട്ടിച്ചാൽ അതും എന്റെ മരണമാണ്. നിനക്ക് തന്ന വാക്ക് പാലിക്കാൻ എനിക്ക് കഴിയാതെ വരുമ്പോഴും എന്റെ മരണം തന്നെയാണ്. ഇനി മോൾക്ക് എന്ത് വേണമെങ്കിലും തീരുമാനിക്കാം. ഏത് വിധത്തിൽ ഞാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ മതി. കൗസല്യേ, വാക്ക് കൊടുത്തത് ഞാനാണ്. പാലിക്കാൻ കഴിയാതെ വന്നാൽ പിന്നെ അത് വിശ്വസിച്ചവർക്ക് മുമ്പിൽ അപരാധിയാണ് ഞാൻ. ഇനി എന്റെ ജീവൻ അവളുടെ കയ്യിലാണുള്ളത്. ആരാധ്യേ, നീ ഞങ്ങളുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ തീർക്കാൻ എത്തിയ ദേവതയാണെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ എന്റെ ഭർത്താവിന്റെ ജീവൻ നിന്റെ കാരുണ്യത്തിന്റെ അടിസ്ഥാനത്തിലാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ആരാധ്യേ, വാക്ക് തന്നത് സത്യം തന്നെയാ. പക്ഷെ വൈദേഹി ജീവനോടുണ്ടെന്ന് അറിഞ്ഞിട്ടും അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുന്നത് ശരിയാണോ? അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റല്ലേ? ആരാധ്യേ, ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ദേവന്റെ കൂട്ടുകാരിയായി വൈദേഹി തിരിച്ചെത്തിയതിൽ നീ സന്തോഷിക്കുക വേണ്ടത്. എല്ലാം ഇതോടെ നിർത്തിയേക്ക്. ഊർമിളയ്ക്ക് ഇത് എന്താ പറ്റിയത്? DNA റിപ്പോർട്ട് കൊണ്ട് കൊടുത്ത് വൈദേഹിയാന്ന് തെളിയിച്ചു. ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ആരാധിയെ കൈവിട്ടു. എന്താ ഇവളുടെ പ്രശ്നം? എല്ലാവരുടെയും മുമ്പിൽ ഒരു ദ്രോഹിയായി, തെറ്റുകാരിയായി മാറി. ഈ കുടുംബത്തിൽ നിന്നും അകന്നു പോവരുത്. ഇവിടത്തെ ഒരാളായി നിൽക്കാൻ പറ്റിയാൽ മാത്രമേ എന്റെ ഉദ്ദേശം സാധിച്ചെടുക്കാൻ പറ്റൂ. അത് പിന്നെ അങ്കിളെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ കണ്ടപ്പോ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ. അങ്കിളിന്റെ ജീവൻ ബലി കൊടുക്കാൻ മാത്രം ക്രൂരിയായ ഒരു സ്ത്രീയല്ല ഞാൻ.
ദേവൻ എന്റെ കഴുത്തിൽ താലി കെട്ടാത്തത് കൊണ്ട് അങ്കിള് വാക്കു പാലിക്കാത്ത പോലെയല്ല. അന്നൊരു നാൾ എനിക്ക് അച്ഛനോ അമ്മയോ ആരുമില്ലെന്ന് പറഞ്ഞപ്പോ അവർക്ക് പകരം നിനക്ക് ഞങ്ങളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു. ഇപ്പൊ ഭർത്താവിന്റെ വീടല്ലെങ്കിൽ എന്താ, എന്റെ അച്ഛന്റെ അമ്മയുടെ വീടല്ലേ. അപ്പൊ അങ്കിളിന്റെ വാക്കിന് കോട്ടം തട്ടുന്നുമില്ല. ഈ കേട്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ദേവനെ കൊണ്ട് നിന്റെ കഴുത്തിൽ താലി കെട്ടിക്കാൻ സാധിച്ചില്ല മോളെ. പക്ഷെ എന്റെ വീട്ടിലെ എല്ലാ അവകാശവും നിനക്കുണ്ട്. എന്റെ മക്കൾക്ക് ലഭിക്കുന്ന എല്ലാ സ്വാതന്ത്ര്യവും നിനക്ക് ആ വീട്ടിൽ ലഭിക്കും. എത്ര പക്വതയോടെ മോളെ നീ സംസാരിച്ച്. വലിയ മനസ്സ് നിന്റെ. നിങ്ങളിൽ ഒരാളായി കൂടണമെന്ന് ആഗ്രഹിച്ചതാ. ഇപ്പൊ വീണ്ടും അകന്നു പോകേണ്ടി വന്നിരിക്കുന്നു. പക്ഷെ ആള് മാത്രമേ പോകുന്നുള്ളൂ. മനസ്സെപ്പോഴും ഈ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. താങ്ക്സ് ആരാധ്യ. ഗുഡ് ലക്ക്. പൂജയ്ക്ക് സമയമായി. നിങ്ങൾ വസ്ത്രങ്ങൾ മാറി വന്നോളൂ. നിന്റെ വലിയ മനസ്സോടെ ഞങ്ങളെ മനസ്സിലാക്കിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നിന്നെ പോലൊരു ഭാഗ്യവതി ഈ ലോകത്ത് വേറെയില്ല. നിനക്ക് വേണ്ടി ദേവൻ എത്രമാത്രം കരഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇനി ദേവനെ പൊന്നുപോലെ നോക്കുക എന്നുള്ളത് നിന്റെ കടമയാ. ചെല്ല്, പൂജയ്ക്ക് സമയമായി. ചെന്ന് ഡ്രസ്സ് മാറ്റിയിട്ട് വാ. ചെല്ലു മോളെ. എന്നായാലും ആ സ്ഥാനം എനിക്കുള്ളതാണ് വൈദേഹി. നിന്നെ ഞാൻ പുറത്താക്കിയിരിക്കും. ദേവനെ നിന്നിൽ നിന്ന് എങ്ങനെ അകറ്റണമെന്നും എന്നിലേക്ക് എങ്ങനെ ആകർഷിക്കണമെന്നും ഞാൻ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ഒന്നൊന്നര ട്വിസ്റ്റായി പോയല്ലോ. ഇവിടെ എന്തൊക്കെയായി നടക്കുന്നേ? കയ്യും കെട്ടി അവിടെ എല്ലാം നോക്കി നിന്നാ മതി. പതുക്കെ എല്ലാം മനസ്സിലായിക്കോളും. ആരാധ്യേ, നീ എന്താ ഇവിടെ? എന്താ, കട്ടയും പടം മടക്കി ഞാനിവിടെ നിന്ന് ഓടിപ്പോയി കാണുമെന്ന് വിചാരിച്ചോ? അല്ലെങ്കിൽ ദേവനെ കിട്ടിയില്ലെന്നും പറഞ്ഞ് ഞാൻ അങ്ങ് തൂങ്ങി ചാവെന്ന് വിചാരിച്ചോ? അയ്യോ, നീ എന്താ ഇങ്ങനൊക്കെ പറയുന്ന ആരാധ്യ? നീ ചെയ്ത കാര്യത്തിന് പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. കോടതിയില് കുറ്റവാളിയുടെ മൂവ്മെന്റ്സ് വെച്ച് അവര് പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് കണ്ടുപിടിച്ചിരുന്നവളായി ഞാൻ. പക്ഷെ നിന്റെ കാര്യത്തില് ഞാൻ പരാജയപ്പെട്ടുപോയി. എന്നെ എന്താ കുറ്റവാളിയാക്കാണോ നീ? അവരെക്കാളും ക്രൂരയാണ് നീ. ഓരോ ക്ഷണവും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എന്നെയും ദേവനെയും തമ്മില് ഒന്നിപ്പിക്കാന്ന് വാക്ക് തന്നിട്ട് ഒടുവിൽ എന്തായി? ദേവനെയും വൈദേഹിയും തമ്മിൽ ഒന്നിപ്പിച്ചല്ലേ? എന്റെ ഏറ്റവും വലിയ സ്വപ്നം നീ തകർത്തു കളഞ്ഞത്. അതെന്താ? ഊർമിളയെല്ലാം ആലോചിച്ചും കണ്ടും ചെയ്യുന്ന ആളല്ലേ. കാര്യം പതുക്കെ അറിഞ്ഞാ മതി. തൽക്കാലം അവളെ സപ്പോർട്ട് ചെയ്യാം. മരിച്ച വൈദേഹി തിരിച്ചു വന്നാലും ദേവനോടൊപ്പോൾ എന്റെ കല്യാണം നടത്തി തരുമെന്ന് വാക്ക് പറഞ്ഞിട്ട് ഒടുവിൽ DNA റിപ്പോർട്ട് കൊണ്ടുവന്ന് അവരുടെ ബന്ധം നീ അങ്ങ് ഊട്ടി ഉറപ്പിക്കല്ലേ ചെയ്തേ? ആ ഒരു നിമിഷം കൊണ്ട് നീ എന്റെ സ്വപ്നം കൂടി തകർത്തു കളഞ്ഞു. എന്തുദ്ദേശത്തിലാ നീ ഇതൊക്കെ ചെയ്തത്?